നമസ്കാരം. ഗണഗീതവുമായി ബന്ധപ്പെടുത്തി വലിയ ചർച്ചകൾ നടക്കുകയാണ്. RSSൻ്റെ അജണ്ടയാണ്, സംഘപരിവാർ അജണ്ടയാണ്, ഒളിച്ചു കടത്തലാണെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ സർസംഘചാലകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൂജനീയനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഭാരതത്തിൽ RSSനും പ്രത്യേകിച്ച് ഒരു പരിധിവരെ BJPക്കും ഒക്കെ വേദവാക്യമായിട്ട് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ക്. പക്ഷേ അദ്ദേഹം വളരെ വലിയ പുരോഗമനപരമായ പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയ്ക്ക് പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ അദ്ദേഹം മുസ്ലിം സമുദായങ്ങളുടെ ആളുകളുടെ നേതാക്കളുമായി യോഗം ചേരാൻ തീരുമാനിക്കുന്നു. പലതരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന BJPക്കാരൊന്നും ഏറ്റെടുത്തില്ല, പക്ഷേ വലിയ വിവാദമാകാവുന്ന കുറേ പ്രസ്താവനകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് RSS കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഞങ്ങളെ രാമക്ഷേത്രത്തിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുമായിരുന്നു. വെറുതെ സപ്പോർട്ട് ചെയ്യുകയല്ല പറയുന്നത്, കോൺഗ്രസിന് വോട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ BJPക്ക് പിറകെ പോവുകയോ BJPക്ക് വോട്ട് ചെയ്യും. കാരണം BJP വരുന്നത് എത്രയോ കഴിഞ്ഞിട്ടാണ്, രാമക്ഷേത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാമക്ഷേത്രത്തെ കോൺഗ്രസ് പരസ്യമായി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു, ഒന്നാമത് പറയുന്ന വിഷയം. രണ്ടാമത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഇന്ത്യയിലുള്ള തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവരെല്ലാം നമ്മുടേതാണ്, അവരെല്ലാം കൂടെ ചേരുന്നതാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഞങ്ങളുടെ ഹിന്ദുത്വം അതാണെന്ന് RSS പറയുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ആണ് വളരെ പ്രധാനം. RSS രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തൊരു സംഘടനയല്ല. ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ അതൊരു കൂട്ടായ്മ മാത്രമാണ്, രജിസ്റ്റർ ചെയ്യാതെയും പ്രവർത്തിക്കാം എന്ന് തെളിയിച്ച 100 വർഷത്തെ ഒരു സംഘടനയാണ്. അപ്പോൾ സംഘടനയുടെ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ വ്യത്യസ്തമായൊരു സംഘടന. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ രാമക്ഷേത്രം പണിയാൻ സഹായിച്ചെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് BJPയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്നോട് അനുബന്ധമായതല്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലേക്കും പോകും, അതും പറയുന്നുണ്ട്. ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ പോകുന്ന ചിലപ്പോൾ BJPക്കിലായിരിക്കും കാര്യകർത്താക്കളൊക്കെ, പക്ഷേ അല്ലാത്ത സ്ഥലത്തേക്കും പോകും. കോൺഗ്രസിൽ പോകുന്നവരുണ്ട്, മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പോലും RSSൽ പ്രവർത്തിക്കുന്ന പലരും പോയി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ RSS ബന്ധം നിലനിർത്തി തന്നെ. എന്നാൽ പോലും ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഏത് പാർട്ടിയിൽ പോകുന്നതെന്ന് പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നയത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ദേശീയത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്നത് ഹിന്ദുക്കളിലാണ്, ഒരു സനാതന ധർമ്മം ഇവിടെ ഉണ്ട്. അതിനെ പരിപോഷിപ്പിക്കുന്ന ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യൻ ശാസ്ത്രവും ഇന്ത്യ എന്ന ഒരു സ്വത്വത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അല്ലാതൊന്നും ഞങ്ങൾക്കില്ല എന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഞാനത് RSSനെ സപ്പോർട്ട് ചെയ്തോ BJP എതിർത്തുകൊണ്ടോ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടോ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹം. അങ്ങനെ RSS പറയുമ്പോൾ അതെന്താണ് RSS ഉദ്ദേശിക്കുന്നത്? ഉള്ളിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടുള്ള ഹിഡൻ അജണ്ടയാണോ? കാരണം രാഷ്ട്രീയ പാർട്ടികൾ പലരും പറയുന്ന പോലെ, സന്നദ്ധ സംഘടനകളൊക്കെ പറയുന്ന പോലെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് പുറത്ത് പല കാര്യങ്ങളും പറയും. സർവ്വസംഘമാണ്, എല്ലാവരും വരണമെന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ വേറൊരു അജണ്ട കാണും. അപ്പോൾ പക്ഷേ ഇദ്ദേഹം പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമുള്ള, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും എല്ലാവരും, ബൗദ്ധന്മാരും പിന്നെ സിഖുകാരും എല്ലാം ഇവിടെ നിന്ന് അടിച്ചു കളഞ്ഞുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്ന സോക്കാൾഡ് ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു രാഷ്ട്രമല്ല ഹിന്ദുത്വം. അത് കുറച്ചുകൂടി വിശാലമായൊരു കാര്യമാണ്. ഹിന്ദുമതവും ഹിന്ദുത്വവും 3-4 വാക്കുകളുണ്ട്. ഇത് തമ്മിലൊക്കെ വലിയ വ്യത്യാസമുണ്ടെന്നും ഇത് വ്യത്യാസമുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യണം. ഹിന്ദുത്വ വേറെ, ഹിന്ദുത്വം വേറെ, അതുപോലെ തന്നെ ഹിന്ദുമതം വേറെ. ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള ഒരു ചർച്ച ഭാരതത്തിൽ പലപ്പോഴും ആവശ്യമായി വരും. കാരണം RSSനെ നിഷേധിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അവർ വലിയ സംഘടനയാണ്, 100 വർഷമായി. അവർ തന്നെ ഒരുപാട് കാര്യകർത്താക്കളെ രാഷ്ട്രീയത്തിലേക്കും ഒരുപാട് സംവിധാനങ്ങളിലേക്കും കടത്തിവിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ നയം എന്താണ്, അവരുടെ രാഷ്ട്രീയം എന്താണ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണ്, അവരുടെ എക്കണോമിക് ഐഡിയോളജി എന്താണ്, അവരുടെ കൾച്ചറൽ ഐഡിയോളജി എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ, അത് കാണാതെ കന്ധമായി അങ്ങനെ അത് വിഷമാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്നില്ല. കാരണം ഒരു വശത്ത് അവർ വളരുകയാണ്, അവരുടെ ജനങ്ങൾ അവരെ അംഗീകരിക്കുകയാണ്, അവർ എഴുതുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ സമൂഹം കേൾക്കുകയാണ്, അവർ വളർത്തിവിടുന്ന നേതാക്കളെ സമൂഹം ജയിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ 10-30 സ്റ്റേറ്റുകളിൽ 10-25ഓളം സ്റ്റേറ്റുകളിൽ അധികാരത്തിലിരിക്കുന്ന BJPയുമായി അഭേദ്യമായി നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യകർത്താക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു സന്നദ്ധ പ്രസ്ഥാനമാണത്, ഒരു കൂട്ടായ്മയാണ്. അതിനെ കണ്ടില്ല കേട്ടില്ല, അത് വിഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പോയത് കൊണ്ട്
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വിലയിരുത്തലും നടക്കുന്നില്ല. തിരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് നൽകുന്ന സംഭാവന ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഹിഡൻ അജണ്ട എന്താണ്, യഥാർത്ഥ അജണ്ട എന്താണ്, മുന്നിൽ വയ്ക്കുന്ന അജണ്ട എന്താണ്, പിന്നിലുള്ള അജണ്ട എന്താണ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ കേരള സമൂഹത്തിലും രാജ്യത്തും ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. വരണ്ടേ എന്നൊരു ചോദ്യമാണുള്ളത്. കാരണം നമ്മളിത് വരണം എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ വരണ്ടേ? കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് RSSൻ്റെ നയം തന്നെയാണല്ലോ. അപ്പോൾ RSSൻ്റെ നയം അനുസരിച്ച് ഒരു കാരണവശാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമുക്ക് BJPക്ക് മാത്രമല്ല ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത്, ഞങ്ങളുടെ നയം അംഗീകരിക്കുന്ന ആരുണ്ടെങ്കിലും ഞങ്ങൾ വോട്ട് കൊടുക്കുമെന്ന് RSSൻ്റെ മേധാവി പറയുമ്പോൾ അതിന് വലിയ പൊളിറ്റിക്കൽ മാനമുണ്ട്, വലിയ കൾച്ചറൽ മാനമുണ്ട്, ഒരു സോഷ്യൽ മാനമുണ്ട്, ഒരു എക്കണോമിക് മാനമുണ്ട്, ഒരു സാമ്പത്തിക മാനമുണ്ട്. അത് കാണാതെ പോകാനാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും RSS എന്ന് പറയുന്നതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങൾ വർഗീയവാദികളാണ്, ഞങ്ങൾ മതതീവ്രവാദികളാണ്, മതവർഗീയവാദികൾ, മറ്റ് ചില സംഘപരിവാർ സംഘടനകളെപ്പോലെ, ഹിന്ദു പരിവാർ സംഘടനകളെപ്പോലെ അതിതീവ്രമായ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നവരാണ്, എവർ ഇത് പറയുന്നവരാണെന്ന് മറ്റുള്ളവർ ആരോപിക്കുമ്പോൾ അങ്ങനല്ല, ഞങ്ങൾ ശാഖയൊക്കെ നടത്തുന്നു, ഞങ്ങൾ കുറുവടിയെടുക്കും, ഞങ്ങൾ പാൻ്റ് ഇടും, ഷർട്ട് ഇടും, നിക്കറിടും, ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴും ഞങ്ങളുടെ പാത വേറെയാണ് എന്ന് RSS പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത ഏതാണ്? ഇത് 3 പ്രാവശ്യം അവരെ നിരോധിച്ചു, 3 പ്രാവശ്യം നിരോധനം മാറ്റി. അതുപോലെ തന്നെ അവരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് നെഹ്റു നേരിട്ട് ക്ഷണിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു സംഘടന, അവർ വലിയ സ്വാധീനമാണ് ഈ സമൂഹത്തിൽ ചെലുത്തുന്നത്. അങ്ങനെ വലിയ സ്വാധീനം എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിൽ, രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹ്യ മേഖലയിൽ, ആതുര സേവന രംഗത്ത്, എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തെ കണ്ണടച്ചുകൊണ്ട് എതിർക്കുന്നതിന് പകരം എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നതെന്ന് അവരുമായി ഡയലോഗ് നടത്തണ്ടേ? അതോ ആ ഡയലോഗ് ഇല്ലാതെ തന്നെ നമുക്ക് എതിർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഒരു സമൂഹത്തിന് അവരെ നിഴലിൽ നിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേരള സമൂഹമാവട്ടെ, ഇന്ത്യൻ സമൂഹമാകട്ടെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. RSSൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് BJP എന്നാണ് പലരും ധരിച്ചു വച്ചിരുന്നത്. കാരണം വിദ്യാർത്ഥി സംഘടനകൾ, ABVP, BMS, തൊഴിലാളി സംഘടന, സേവാഭാരതി, അവരുടെ ഇങ്ങനെ സേവന സംഘടന, വിജ്ഞാൻ ഭാരതി, അവരുടെ ഭൗതിക സംഘടന, ഇങ്ങനെ പല സംഘടനകളെക്കുറിച്ച് പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ സംഘടനയാണ് BJP എന്നാണ് ശരാശരി മലയാളിയോ അല്ലെ ശരാശരി ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനം വളരെ വലുതാണ്. അത് ചർച്ച ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞൊരു സമൂഹത്തിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത്രമാത്രം വലിയൊരു സംവിധാനമായ സംഘടന നിൽക്കുന്നത് കൂടി കൊണ്ടാണ്. രജിസ്ട്രേഷൻ പോലും ഇല്ലാതൊരു സംഘടന ഇത്രയും ശക്തമായി നിൽക്കുകയാണെങ്കിൽ, അവർ ഒരുപാട് ആളുകളെ രാജ്യത്തിനും സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ആശയങ്ങൾ പറയുന്ന ഗവൺമെൻറ്റുകളെ അവർ സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യാതെ പോകാനാകില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ഭാഗവതിൻ്റെ ആ നയം മാറ്റമാണോ, അതോ ഇതാണോ ഒറിജിനൽ കാഴ്ചപ്പാട്, ഏതാണ് യഥാർത്ഥ RSS, മോഹൻ ഭാഗവത് പറയുന്നതാണോ, അതോ അതിന് പിന്നിലുള്ളതാണോ, ഏതാണ് യഥാർത്ഥ RSS എന്നും എന്താണ് ശരിക്കുമുള്ള അജണ്ടയെന്നുമുള്ളത് ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ?